രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന യുവതി സംഗമം. വിവരങ്ങളുമായി അജിത് ബാബു ആണ് ചേരുന്നത്. അജിത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നത് മുതൽ ഡിവൈഎഫ്ഐ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ്. ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുക്കണം, പ്രതിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രതിഷേധം എത്രമാത്രമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ കടുപ്പിച്ചിരിക്കുന്നത്? ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. യുവതി സംഗമമാണ് സംഘടിപ്പിക്കുന്നത്. വലിയ തരത്തിലുള്ള പങ്കാളിത്തം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ട്. ആകെ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ ഉൾപ്പെടെ, പ്രധാനപ്പെട്ട സനോജ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ പങ്കാളിത്തം ഡിവൈഎഫ്ഐ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ശക്തമായ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തി പ്രതിഷേധ സാഹചര്യമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്ന പശ്ചാത്തലം എങ്ങനെ രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗം? എന്താണ് നിങ്ങൾ ഈ ഒരു പ്രതിഷേധത്തിന് ഇത്ര ശക്തമായ സമരം മുന്നോട്ട് ഇനിയും അതിശക്തമായ പ്രതിഷേധങ്ങളായിരിക്കും ഡിവൈഎഫ്ഐ വനിതാ രംഗത്ത് നിന്നുണ്ടാവുന്നത്. ഇത്രയും നാണം കെട്ട ഒരു MLA ഈ ഒരു പാലക്കാടിന് MLA ആയിട്ട് തുടരണ്ടെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ വനിതാ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി മുന്നോട്ട് ഇതിലും ശക്തമായ പരിപാടികൾ സംഘടിപ്പിച്ചു. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏതാണെങ്കിലും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ VK സനോജ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ സംസാരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ സംസാരിക്കുക. ഹൃദയം നുറുങ്ങുന്ന കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത് മാത്രമല്ല, അവരെ കണ്ട അനുഭവം പിന്നീട് അവരുടെ ചാനലിൽ കൂടി വിവരിക്കുന്നുണ്ട്. അതെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുള്ള കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ഇര വല്ലാതെ പ്രയാസം അനുഭവിച്ച് അവിടെ ജീവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള തെളിവുകളെയാണ് UDFന്റെ സമുന്നതരായ നേതൃത്വം, പ്രത്യേകിച്ച് അടൂർ പ്രകാശിനെ പോലെയുള്ള UDFന്റെ ഉന്നത നേതൃത്വം ഇതെല്ലാം തട്ടിക്കൂട്ടിയ പരാതിയാണ്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്ന ആരോപണമാണ് എന്നാണ് അവർ ഒരു ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നു. യുവതി സംഗമത്തിൽ ജില്ലയിലാകെയുള്ള വലിയ തരത്തിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. വരുന്ന ദിവസവും ശക്തമായ പ്രതിഷേധം തുടരുമെന്നാണ് സ്വാതി ഡിവൈഎഫ്ഐ അറിയിക്കുന്നത്. ശരി അജിത്, എന്തായാലും ഡിവൈഎഫ്ഐയുടെ യുവതി സംഗമമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കുകയാണ് പാലക്കാട് ഡിവൈഎഫ്ഐ.